എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിനിമാ മേഖലയിൽ അനാവശ്യമായി BJPയെ വലിച്ചിഴയ്ക്കാനുള്ള ഒരു പ്രവണത നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം നടത്തുന്നവർക്കെതിരെ BJP അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഈ പ്രവണത അവസാനിപ്പിക്കണമെന്ന് BJP ഉത്തരവാദിത്വപ്പെട്ടവരോട് ആവശ്യപ്പെടുന്നു. ഇടനിലക്കാരെ വച്ച് കോടികൾ കൊടുത്ത് സിനിമാക്കാരെ വശത്താക്കേണ്ട ഗതികേട് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJPക്കില്ല. അത് ഈ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കണം. ആരെങ്കിലും BJPയിൽ അംഗത്വമെടുക്കുകയും BJPയോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയിലും സാഹിത്യ മേഖലയിലുമുള്ളവർ അവർ BJPയോടൊപ്പം നിൽക്കുന്നത് ദേശീയതയോടുള്ള താല്പര്യം, നരേന്ദ്രമോദിയുടെ മികവുറ്റ ഭരണത്തിലുള്ള താല്പര്യം, അതോടൊപ്പം തന്നെ BJP ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിനോടുള്ള താല്പര്യം, ഇതാണ് സിനിമാ മേഖലയിലും സാംസ്കാരിക മേഖലയിലുമുള്ളവർ ആരെങ്കിലും BJPയോടൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് നിദാനമായിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെ പണത്തിൻ്റെയും മറ്റ് ഇത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവരെ ഇക്കിളിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള നീചമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവഹേളിക്കാനും അപമാനിക്കാനും ശ്രമിക്കരുത്. ശ്രീ സുരേഷ് ഗോപി കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്കൊരു ഉദാഹരണമാണ്. അദ്ദേഹം ഇന്ന് സിനിമാ മേഖലയിൽ സജീവമായിട്ട് നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എത്രയോ കോടികൾ ഉണ്ടാക്കാമായിരുന്നു. ആ കോടികളെല്ലാം തൃണവത്ഗണിച്ചുകൊണ്ടാണ് ദേശീയതയ്ക്കൊപ്പം, നരേന്ദ്രമോദിക്കൊപ്പം, BJPക്കൊപ്പം സുരേഷ് ഗോപി വരാൻ തയ്യാറായത്. ഇങ്ങനെയുള്ള മാതൃക ഒരു സുരേഷ് ഗോപി മാത്രമല്ല, ഇങ്ങനെയുള്ള മാതൃകകൾ കേരളത്തിലും ഇന്ത്യയിലും നിരവധിയുണ്ട്. അവരെ അപമാനിക്കാൻ ആര് ശ്രമിച്ചാലും അത് വച്ചു പൊറുപ്പിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ശ്വേതാ മേനോനാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായത് BJPയുടെ പ്രതിനിധി എന്ന നിലയിലല്ല. ശ്വേതാ മേനോനെ തെരഞ്ഞെടുത്തത് ഈ കേരളത്തിലെ ബഹുമാന്യരായിട്ടുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ശ്വേതാ മേനോൻ ഒരു ദേശീയവാദിയാണ് എന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. ശ്വേതാ മേനോൻ നരേന്ദ്രമോദിയുടെ ഭക്തയാണ് എന്നും അറിയാം. അതേസമയത്ത് ശ്വേതാ മേനോൻ BJP അംഗമല്ല, BJPക്കാരിയല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, ഒരു വനിതയെ BJPക്കാരിയായിട്ട് ചിത്രീകരിച്ച്, സാങ്കല്പിക BJPക്കാരിയായിട്ട് ചിത്രീകരിച്ച്, ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായപ്പോൾ BJP അമ്മ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ച് അതിൻ്റെ പേരിൽ കഥകൾ നെയ്തുണ്ടാക്കുന്ന ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമക്കാരോടും നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യമുള്ള ചില സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രകൃതികളോടും BJPക്ക് പറയാനുള്ളത്, CPMന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ MP ആയ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ഇന്നസെന്റ് അമ്മയുടെ പ്രസിഡന്റായപ്പോൾ BJP പറഞ്ഞില്ല അമ്മ പിടിച്ചെടുക്കാൻ CPMകാർ വിട്ട ആളാണ് ഇദ്ദേഹം ഇന്നസെന്റ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഇന്ന് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച പിഷാരടി എന്ന് പറയുന്ന കോൺഗ്രസുകാരൻ അമ്മയുടെ പ്രസിഡന്റായി വന്നപ്പോൾ, അതിൻ്റെ അഡ്വോ കമ്മിറ്റിയുടെ ചുമതലക്കാരനായിട്ട് വന്നപ്പോൾ BJPയുടെ ഒരു നേതാവും പറഞ്ഞില്ല കോൺഗ്രസ് പുറംവാതിലിലൂടെ അമ്മ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഇന്നസെന്റ് പ്രസിഡന്റായപ്പോൾ CPM പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ പിഷാരടി പ്രസിഡന്റായപ്പോൾ കോൺഗ്രസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞിട്ടില്ല. നാളെ കോൺഗ്രസ് പ്രസിഡന്റാക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെക്കുറിച്ചും ഞങ്ങൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ ഒരു മാന്യത പാലിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സിനിമാ മേഖലയിലുള്ള ആൾക്കാരുടെ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ
അതിൻ്റെ പ്രതിവിധി കണ്ടുപിടിക്കാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാർ സിനിമാ മേഖലയിൽ തന്നെയുണ്ട്. അതിൽ BJP രാഷ്ട്രീയം കടത്തണ്ട, രാഷ്ട്രീയ ഇടപെടൽ വേണ്ട എന്ന മാന്യമായ പക്വതയുള്ള ഒരു സമീപനമാണ് ഇന്നേ വരെ കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളിൽ BJP അവലംബിച്ചിട്ടുള്ളത്. ആ മാന്യത സിനിമാ മേഖലയിൽ ഇരിക്കുന്ന ആൾക്കാർ പാലിക്കണമെന്നാണ് BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന സിനിമാ മുഖം മൂടി വെച്ച രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനി ആവർത്തിക്കരുത്, അത് അവസാനിപ്പിക്കണം. കഴിവും പ്രാപ്തിയും പ്രതിഭയുമാണ് സാഹിത്യ സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്ക് വേണ്ട മാനദണ്ഡമെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരമാണ് BJPക്കുള്ളത്. അങ്ങനെ ഒരു സംസ്കാരമുള്ളത് കൊണ്ടാണ് BJPക്ക് അങ്ങനെയുള്ളൊരു സംസ്കാരമുള്ളത് കൊണ്ടാണ് BJP നേതാവായ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ശ്രീ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർക്ക് രാജ്യം പരമോന്നത ബഹുമതികൾ നൽകി ആദരിച്ചത്. അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരനായിട്ട് കണ്ടുകൊണ്ടല്ല, മമ്മൂട്ടിയെ രാഷ്ട്രീയക്കാരനായിട്ട് കണ്ടുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കഴിവ്, പ്രാപ്തി, പ്രതിഭ, അതിലുള്ള അംഗീകാരവും ആദരവുമാണ്. അതാണ് BJPയുടെ സംസ്കാരം. BJPയെ വിമർശിക്കുന്നവർക്ക് ഈ സംസ്കാരം മനസ്സിലാകുന്നില്ല എന്നുള്ളത് ദയനീയമാണ്. അങ്ങേയറ്റം നികൃഷ്ടമായ സമീപനമാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ, ഇത്തരത്തിലുള്ള അല്പബുദ്ധികളായിട്ടുള്ള ചില ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കുക. ഇനി BJP സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടണം എന്നാണോ ഇവർ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെ അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ കേരളത്തിലെ സിനിമാ മേഖലയിൽ നടന്നിരുന്നു, എന്തൊക്കെ നടന്നിരുന്നു. പുറത്തു പറയാൻ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന അങ്ങേയറ്റം മ്ലേച്ഛമായ, അങ്ങേയറ്റം അശ്ലീലമായ അനഭിലഷണീയ പ്രവണതകൾ ഈ കേരളത്തിലെ സിനിമാ മേഖലയിൽ നടന്നിരുന്നു. ആ വിഷയങ്ങളിൽ ഏതിലെങ്കിലും BJPയുടെ ഏതെങ്കിലും നേതാവ് എപ്പോഴെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് ബഹുമാന്യരായിട്ടുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഞങ്ങൾ ചോദിക്കുക. ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല. കാരണം അത് രാഷ്ട്രീയ വിഷയമല്ല എന്ന സമീപനമാണ്. സ്ത്രീ പീഡനങ്ങൾ നടന്നു, മയക്കുമരുന്ന് നടക്കുന്നു, രാജ്യവിരുദ്ധ പ്രവൃത്തികൾ നടക്കുന്നു, കേസുകൾ പോലും എടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ഇനി ഇതിലൊക്കെ പ്രതികരിക്കണമെന്നാണോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വേഷവും കോൺഗ്രസ് വേഷവും കെട്ടിയ ചില സിനിമാ നടന്മാരും നടിമാരുമൊക്കെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രതികരിച്ചു തുടങ്ങാം. ഞങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയാൽ ഇവിടുത്തെ പലരുടെയും മുഖം മൂടി പിച്ച് ചീന്തപ്പെടുമെന്ന് BJP ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഞങ്ങളെ വിട്ടേക്ക്. BJP ഇതിൽ വലിച്ചഴയ്ക്കാതിരിക്കുക. ഞങ്ങളിലേക്ക് വന്ന സാഹിത്യകാരന്മാരെയും സിനിമാ മേഖലയിലുള്ള ആൾക്കാരെയും വെറുതെ വിട്ടേക്ക്. ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കുക എന്നാണ് BJPക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്.